സാധനം എണീറ്റാ അല്ലേ വേണ്ട. നീ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിലും പിരിച്ചിലൊക്കെ ആകും. നമുക്ക് വണ്ടി എടുത്ത് പുറത്തു പോവാം. ഓട്ടത്തിൽ ഉറക്കം കിട്ടും. എന്തേ? ഓക്കെ. അവള് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട്. ആ എന്നോട് അവള് വന്നിട്ടുണ്ട്. എന്തായാലും കണ്ടിട്ടുണ്ടാവും. എന്താ അവളുടെ പേര്? അപ്പു. അപർണ. പറഞ്ഞ പിന്നെ എന്ത് പറ്റി? ഒന്നുമില്ല, അവളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു അഡ്മിഷന്റെ കേസില് ഒരു 50,000 രൂപ ഞാൻ വാങ്ങിച്ചിട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതാ അവളാകെ സീനാക്കി. പെണ്ണുങ്ങളുടെയൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ട് ശാപം കിട്ടണതാണ്. അല്ല, ഞാനങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തല്ല. ഞാനത് എന്നെ ഒരാള് പറ്റിച്ചാണ്. ഞാനതിന് പിന്നെ തിരിച്ചു കൊടുത്തു പൈസ. ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ അപ്പോഴത്തേക്ക് അത് ആകെ അങ്ങനെ പൈസ മാറ്റാനുള്ള പരിപാടി എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആക്കി തന്നു. ആ പൈസ ഒന്ന് മാറ്റി കിട്ടിയാൽ ഞങ്ങൾ രണ്ടാളും കൂടി ദുബായിൽ പോയി സെറ്റിൽ ആവാനുള്ള പരിപാടിയാണ്. അങ്ങനെ ആശാൻ വിളിയൊക്കെ നിർത്തിക്കോളാണ്. ആശാനൊന്നും വിളിക്കണ്ട. ആശാനൊക്കെ പോയി. ഞാൻ കണ്ടില്ലേ ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് വന്ന് നീ വന്ന് തന്നെ ഇത് ശല്യപ്പെടുത്തല്ലേ? പൈസ എന്ന് പറയാനുള്ള പരിപാടി. ആശാനെ ഞാനൊരു ഉപകാരമുണ്ട്. നിങ്ങൾ ആ പൈസയുടെ കാര്യത്തിന് എന്തെങ്കിലും നടപടി ഉണ്ടാക്കുന്നു? ദൂരെ ഒന്ന് പോയി കേടാപ്പടം. साल का बच्चा चाय की दुकान पे चाय के गिलास धो रहा है और आज वो ओमपुरी बना बैठा है, तो जिंदगी में कुछ भी हो सकता है। क्या बात है? பாய் சொல்லிட்டு போங்க. Good morning, sir. பைக் ரிப்பேர் ஆச்சு சார், அதான் கொஞ்சம் லேட் ஆச்சு. உங்கள் ஃப்ரெண்டா? சார் கேர்ள் ஃப்ரெண்ட் சார். மறந்துட்டீங்கன்னு நினைக்கிறேன் சார். 17ஆம் தேதி கல்யாணம். ஓ ரைட் 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 ஓகே ஓகே. ஜிம்முக்கு போகிறீங்களோ? சார் வீட்லேயே ஒரு 1 hour பண்ணேன் சார் எவ்ரி டே. சார் கூப்பிட்றாங்க. ஒரு சிகரெட் 15 ரூபா. வரேன் போ. Michael was my boy. Very sincere, down-to-earth person. நம்ம டிபார்ட்மெண்ட் அவங்க குடும்பத்துக்கு ரொம்ப கடமைப்பட்டிருக்கு. உங்கள் டீம் சின்சியராக இருப்பீங்கன்னு நம்புகிறேன். ஷூர் சார். I need total dedication from you, sir. Sir, Michael is my classmate, sir. ഹലോ ആ ഷൈജു പറ. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ചെയ്ത പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബിബിൻ വിളിച്ചായിരുന്നേ. ഒരു സോങ്ങിൽ ചേച്ചിയുടെ നേവിൽ ചെറുതായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാ ഷൈജു? നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചതല്ലേ? സംസാരിച്ചാണ് ചേച്ചി, പക്ഷേ അവൻ കൺഫേം ആയിട്ട് പറയുന്നുണ്ട് ഉണ്ടെന്ന്. ഇക്കയൊക്കെ അറിഞ്ഞാൽ പ്രോബ്ലം ആവും. അതാണ്. എന്താ ഇപ്പം ചെയ്യാൻ പറ്റതിന്? അതിൻ്റെ എഡിറ്റ് കിടക്കുന്നിടത്തേക്ക് ചേച്ചി ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കായിരുന്നു. ഓക്കെ, എഡിറ്റ് എവിടെയാണ് നടക്കണേ? നമ്മുടെ ലാൽ മീഡിയയില. ഓക്കെ, ഞാൻ വരാം.
ജിനു എവിടെയാ? ആ സമീർ, ജിനു, ഒരു കാര്യമുണ്ട്. നമ്മുടെ പെഹല പ്യാർ എന്ന് പറഞ്ഞ സോങ് സീക്വൻസ് ഇല്ലേ, അതിൽ ഇച്ചിരി നേവൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. അതിലെവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പാട്ടല്ലേ? നമ്മളല്ല അവിടെ നിന്ന് ഷൂട്ട് ചെയ്തല്ലേ? അതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മളാരും അറിയാണ്ട്? അതിലെവിടെയോ ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒന്ന് നോക്കണം എനിക്കത്. നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തല്ല. അതിൻ്റെ അകത്ത് ഞാൻ ആര് ഇങ്ങനെ വരാനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ചേട്ടാ, എന്താണെന്നറിയാമോ, നമ്മുടെ ജോമോൻ്റെ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതിലിതുപോലെ ഒന്ന് കണ്ടായിരുന്നേ. അപ്പോൾ ഇക്ക വന്ന് പ്രോബ്ലം ഉണ്ടാക്കി. ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഇടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാ ഒരു ടെൻഷൻ. ഞാൻ ഇത്രയും പ്രാവശ്യം കണ്ടിട്ട് ഈ പറഞ്ഞ ഇല്ല ജിനു, അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇച്ചിരി ടെൻഷൻ ആവും. പിന്നെ അതൊരു ഇഷ്യൂ ആവും. അത് കാരണം എന്ത് ഒന്നുകൂടെ ബാക്കോട്ട് പോയി പ്ലേ 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 പ്ലേ. ഇതിനൊക്കെ എക്സ്പോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കുള്ള എക്സ്പോസിങ്ങിന് എന്ത് പറയും സമീറ? ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ് കേട്ടോ. ഒരു മേക്കറിനെ സ്വാതന്ത്ര്യത്തെ നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു ടെക്നീഷ്യനിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ്. ആ ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് VFX ഒക്കെ എത്ര കാശ് മുടക്കി ചെയ്താണ്. ഇതിങ്ങനെ ഓരോ സമയത്ത് ഓരോന്നൊന്ന് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ടൊന്നും കണ്ടു നോക്കി, എന്ത് ഫീലാന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ആ ഷാൻ ഇങ്ങനെ സമീറ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ആ ഷോട്ടിൽ ഫ്രണ്ട് ഷോട്ടിൽ ഇങ്ങനെ ആ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് കട്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് അത് പറപ്പിക്കണൊക്കെ കാണാൻ എന്ത് ഫീലാണ്. ആ പ്രൊഡ്യൂസറും മറ്റേ ഒരു റെയിൻ സോങ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് ഞാനാണത് പറഞ്ഞ് മാറ്റിയത്. നിങ്ങളെന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതെല്ലാവരും. ഞാൻ കട്ടിയില്ല, എനിക്ക് പറ്റൂല. എൻ്റെ സിനിമനെ ഞാൻ അങ്ങനെ കൊല്ലൂല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. 24 ആക്കാൻ പറ്റുമോ? സ്ലോ മോഷൻ മാറ്റണം. 24 ആക്കിയാൽ മൂഡ് പോവും സമീറ. നിങ്ങൾ എന്താണ് ഈ ഞാൻ മാറ്റൂല, എനിക്ക് പറ്റൂല. നിങ്ങൾ ഇത് ആരാന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങളുടെ ഗൾഫിലിരിക്കുന്ന ആൾ ആരാന്ന് വെച്ചാൽ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കാൻ പറ്റുക? തമിഴിലും കന്നഡത്തിലും എന്തെങ്കിലും ഒന്ന് അഭിനയിക്കേണ്ടതല്ലേ? ജിന്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോ മോഷൻ മാറ്റാം. മൂഡ് പോകും മച്ചാനെ. മൂടും പോട്ടെ, മലയാള സിനിമ നശിച്ചു പോട്ടെ. Hello, everybody, and welcome to this beautiful evening, which marks the union of your dearest Benny and Christy. As you all know, marriage is a union between two hearts, a harmony between two souls, and a very close bond between two great and beautiful families. Now I invite Benny and Christy to cut the first cake of their married life. Let's give them a big clap. ബെന്നി നമ്മുടെ പയ്യനാ. ഞാൻ അവന് അഡ്മിഷനൊക്കെ എടുത്തു കൊടുത്തത്. ലാംഗ്വേജിലൊക്കെ കട്ട സോഫിസ്റ്റിക്കേഷൻ ആണല്ലോ. എവിടെ നിന്ന് ഒപ്പിച്ചു? നീ പറ്റിച്ച കാശില്ലേ, അത് കൊടുത്തു തീർത്തത് ഇങ്ങനെയൊക്കെയാ. നന്നായിരുന്നു മോളെ. Thank you, sir.
ജിമ്മിൽ പോകാറുണ്ടോ? ഏയ് ജിമ്മിലൊന്നും പോകാറില്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ കുറച്ച് പുഷപ്പ് അടിക്കും. എത്ര എണ്ണം? 100. ഇത്ര നാണിക്കണ എന്തിനാ? ഏ ഞാൻ ഒരു ഉമ്മ വരട്ടെ? ആയിട്ടില്ല.